നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാഴാഴ്ച ജനം വിധിയെഴുതും. കാരമുക്കിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഫർണിച്ചറുകളും ഉപകരണങ്ങളും കത്തിനശിച്ചു. പെരിങ്ങോട്ടുകരയിൽ യുവാവിനു നേരെ ആക്രമണം നടത്തിയ കേസിലും തൃപ്രയാറിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലുമായി 3 പേർ അറസ്റ്റിൽ. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ. എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്നും സമാധാനപരമായി തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന് സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ്. ജില്ലയിലാകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് 2204 വാർഡുകളിലായിട്ട് 7208 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അതിൽ 3395 പുരുഷന്മാരും 3813 വനിതകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. നിലവിൽ ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 27,36,817 വോട്ടർമാരാണ് നിലവിലുള്ളത്. അപ്പം അതിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. ഇതിൽ 54,204 പുതിയ വോട്ടർമാരാണ് ഈ വർഷം ഉള്ളത്. നമ്മുടെ ജില്ലയിൽ 27 പേർ ട്രാൻസ്ജെൻഡേഴ്സും 280 പ്രവാസി വോട്ടർമാരും ഈ ലിസ്റ്റിലുണ്ട്. ജില്ലയിലാകെ 3,252 പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിലുള്ളത്. പോളിംഗ് ഡ്യൂട്ടിക്കായിട്ട് 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. മണ്ഡലത്തിലെ എടതിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളിലെ 234 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമാകും. മുൻ മന്ത്രി VS സുനിൽകുമാർ താന്യം 18-ാം വാർഡിൽ LDF മത്സരാർത്ഥികളോടൊപ്പം നിശബ്ദ പ്രചരണത്തിനിറങ്ങി. രാജവീതി, ചെറുപറമ്പ്, പൈനൂർ എന്നിവിടങ്ങളിലായിരുന്നു ഗൃഹസന്ദർശനം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ സ്ഥാനാർത്ഥി KP സന്ദീപ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി സിജോ പുലിക്കോട്ടിൽ, 18-ാം വാർഡ് സ്ഥാനാർത്ഥി ഷംല ടീച്ചർ എന്നിവരോടൊപ്പമാണ് പ്രചരണം നടത്തിയത്. കാരമുക്കിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഫർണിച്ചറുകളും ഉപകരണങ്ങളും കത്തിനശിച്ചു. കാരമുക്ക് ITI റോഡ് 4 സെന്റിന് സമീപം തുരുത്തിയിൽ സുഗന്ധന്റെ വീട്ടിലാണ് അഗ്നിബാധയുണ്ടായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. വീട്ടിലെ ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ, രേഖകൾ ഉൾപ്പെടെ മുഴുവൻ സാധന സാമഗ്രികളും കത്തിനശിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറഞ്ഞു. മണലൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ കാരമുക്ക് ITI പരിസരത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ രാവിലെ ജോലിക്ക് പോയതാണ്. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ച് പോയി. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരാൾ വന്നിട്ട് പറയാണ് വീട് കത്തുന്നു എന്ന്. അത്രേ എനിക്ക് അറിയുള്ളൂ.
വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സമീപത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും എത്തിയവരും നാട്ടികയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് തീയണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MK ബൈജു, MA ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. സർക്യൂട്ടാണ് കണക്കൂട്ടുന്നത്. ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആ സമയത്ത്. ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയ സമയത്താണ്. അപ്പോൾ തൊട്ടയൽവാസിയായ ഒരു സ്ത്രീയെ കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഓടി വന്ന് അടുത്ത 2 വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് ഓസിട്ട് വെള്ളമടിച്ച് ഒരുവിധം മുക്കാഭാഗം ഞങ്ങൾ കടത്തി. അപ്പോഴേക്ക് ഫയർഫോഴ്സിനെ അടിയിച്ച് ഫയർഫോഴ്സ് വന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ അവർ കടത്തി. പേരുകളും കാര്യങ്ങളും തുണികളും TV അങ്ങനെയുള്ള എല്ലാ വാതിലുകളും ഡോറുകളും ജനലുകളും എല്ലാം അതിൽ കത്തി നശിച്ചു പോയി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമ്മൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. എന്ത് കൊടുക്കുന്നുവോ അത് നമുക്ക് തിരിച്ചു കിട്ടും. പാപ്പമാര് കൈവീശപ്പോ നിങ്ങൾ കൈവീശില്ല, കുറച്ച് കഴിഞ്ഞപ്പോ പാപ്പമാര് കൈവീശില്ല, നിങ്ങൾ കൈവീശി. അപ്പൊ അവസാനം പാപ്പ എന്ത് ചെയ്തു? പാപ്പി കൈവീശി. നല്ലത് കൊടുത്താലേ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും. എന്ത് കൊടുത്താലേ? അപ്പൊ നമ്മുടെ സംസാരം പ്രവൃത്തിയൊക്കെ എന്തായിരിക്കണം? നല്ലതായിരിക്കണം. നമ്മുടെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഉണ്ണീശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെയൊക്കെ വീണ്ടെടുക്കാനാണ്, രക്ഷിക്കുവാനാണ്. നിങ്ങൾ ചോപ്പി വെള്ളല്ലേ വസ്ത്രം ധരിച്ചു വരുന്നത്? അതെന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചോപ്പി വെള്ളം ഇടാൻ പറഞ്ഞു, ഞങ്ങൾ ഇട്ടു അല്ലേ? ഓക്കെ. അച്ഛൻ്റെ ഒരു സന്ദേശം വേണ്ട അതിലെ ചോപ്പ നമുക്ക് തൽക്കാലം ഒരു ത്യാഗത്തിന്റെ പ്രതീകമാക്കാം. എന്തിന്റെ പ്രതീകം? ത്യാഗത്തിന്റെ. അപ്പൊ നമുക്ക് ഉള്ളത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കണം. ഓക്കെ. വെള്ള എന്തിന്റെ പ്രതീകമാണ്? സാധാരണ വെള്ള കളർ എന്തിന്റെ പ്രതീകമാണ്? സമാധാനത്തിന്റെ പ്രതീകമാണ്, പരിശുദ്ധിയുടെ പ്രതീകമാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ പരിശുദ്ധിയുള്ളവരായിട്ട് നമുക്ക് മാറാം, നല്ല മക്കളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. തുടർന്ന് സ്കൂൾ കലണ്ടറിന്റെ പ്രകാശന കർമ്മവും നടത്തി. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, MPTA പ്രസിഡന്റ് ഹാഷിഫ ടീച്ചർ, ശ്യാമള ടീച്ചർ, അബ്രഹാം ബേസിൽ ഫസ്റ്റ്, അസിസ്റ്റന്റ് ജോളി ടീച്ചർ, ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഫ്ലാഷ് മോബ്, കരോൾ ഗാനം, ക്രിസ്തുമസ് പാപ്പ മത്സരം, നക്ഷത്ര മത്സരം, ലക്കി സ്റ്റാർ, കേക്ക് കട്ടിംഗ് എന്നിവയുണ്ടായി. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടത്തി. പൂത്രക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങിൽ സമിതി ട്രഷറർ സൂര്യനാരായണൻ K, ക്ഷേത്രം ട്രസ്റ്റി CP രമേശ് ചെങ്ങല്ലൂരിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി PB വേണു, സുഷമ സുനിൽ, VV പ്രമോദ്, സുബ്രൻ കാര്യാട്ട്, രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, പരമേശ്വരൻ നമ്പീശൻ, ബിനു വാസുദേവൻ നമ്പൂതിരി, അതുൽ കൃഷ്ണ, അഞ്ജലി ഷാജി, ലീല ഇടക്കാട്ടിൽ, രാധാ കുറുപ്പത്ത് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 27 മണ്ഡലം 41 ധനു 12 ശനിയാഴ്ചയാണ് നമ്മൾ ദേശവിളക്ക് കൊണ്ടാടുന്നത്. വിളക്കങ്കാല് മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം 6:30 പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിനൊപ്പം കാവടി ചിന്തിൻ്റെ അകമ്പടിയോടുകൂടി ഏകദേശം ഒരു 10 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. അന്നേ ദിവസം വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രത്തിൽ നമ്മുടെ വിളക്ക് പന്തലിൽ ശ്രീബ്രഹ്മ ഭജൻസിൻ്റെ നാമാർച്ചന, 7:30 മുതൽ അന്നദാനം, ഏകദേശം ഒരു 11 മണി 11:30 വരെ 2000-2500 പേർക്കുള്ള ഭക്ഷണം നമ്മളിവിടെ കരുതുന്നുണ്ട്.
ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ദിനാഘോഷം നടത്തി. ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രത്യേകിച്ച് കേരളക്കാരായ മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രവണതയാണ് എന്തിനേയും വിമർശിക്കുക, എന്തിനും കുറ്റം കാണുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രവണതയാണ്. പക്ഷേ അതിനെ നമ്മൾ മാറ്റണം. നിങ്ങളൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളാണ്. ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കുവാൻ, ഇവിടെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളെ നിസാരമായി കണ്ടുകൊണ്ട് അതിന് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അതിനെ മാറ്റിമറിക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള കഴിവുള്ള വ്യക്തികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് ഏത് കാര്യം കാണുമ്പോഴും അതിനെ നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണുവാൻ, അതിൽ നിന്നും ആ തിന്മയിൽ നിന്നും ഒരു നന്മയുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. SNE ആൻഡ് സി ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, SNE ആൻഡ് സി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ TS വിജയരാഘവൻ, വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, ഡാനിഷ് KM, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഷമ EK, രമണി, ലതിക എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ യാമിനി ദിലീപ് സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സ്കൂളിലെ ക്രാഫ്റ്റ് അധ്യാപികയായിരുന്ന മാലിനി ടീച്ചറുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാലിനി മെമ്മോറിയൽ ക്രാഫ്റ്റ് കോമ്പറ്റീഷനിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി. വിവിധ സെക്ഷൻ ഹെഡ് മിനിസ്ട്രസ്മാരായ സുലജ NK, സന്ധ്യ പ്രചോദ്, മിനി LP, ഹേമ ദിനേശ്, ലെനിയ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ഇംഗ്ലീഷ് നാടകത്തിലെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥി അച്യുതനെയും പ്രോമിസിംഗ് ആർട്ടിസ്റ്റായ 5ാം ക്ലാസ് വിദ്യാർത്ഥി അഹമ്മദ് സൈർ സിറാജിനെയും പ്രത്യേകം ആദരിച്ചു. ഡിസംബർ 20 നടക്കുന്ന NES കായലൂര ഫെസ്റ്റിന് വെള്ളിയാഴ്ച രാവിലെ 10 ചെയർമാൻ ശിവൻ കണ്ണോളി കൊടിയേറ്റു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സൻ മുഖ്യാതിഥിയായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. 20 വൈകിട്ട് 5 മുതൽ രാമുകാര്യാട്ട് ഫിലിം അവാർഡ്, സ്നേഹാദരവ്, വിദ്യാഭ്യാസ അവാർഡ്, ചികിത്സാ സഹായം, കലാസാംസ്കാരിക പരിപാടികൾ, DJ നൈറ്റ് എന്നിവയും ഉണ്ടായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ആനവിഴുങ്ങിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ആനവിഴുങ്ങി സെന്ററിൽ പുതിയ ദേശീയപാതയുടെ സർവീസ് റോഡിലാണ് ബുധനാഴ്ച രാവിലെ കാറുകൾ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് സ്വദേശികളായ കൊട്ടേക്കാട്ട് ഉണ്ണിക്കുട്ടൻ, ശ്രീകുട്ടൻ, മിനി ചെമ്മുണ്ടപ്പറമ്പിൽ, മഹേന്ദ്രൻ എന്നിവരെ തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 കാറുകൾ ഭാഗികമായി തകർന്നു. മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഊരായ്മ ഇല്ലമായ വെള്ളൂർ വൈക്കത്ത് മനയിലേക്ക് വാദ്യമേളങ്ങളോടെ മാങ്ങാട്ടുകര തേവരുടെ എഴുന്നള്ളത്ത് എത്തി. ഷാജി നീലകണ്ഠൻ, സതീഷ് നാരായണൻ എന്നിവർ ചേർന്ന് നെൽപ്പറ, അരിപ്പറ, മലർപ്പറ നിറച്ച് തേവരെ സ്വീകരിച്ചു. തുടർന്ന് ഇല്ലത്തെ തേവാരത്തിൽ തേവരെ ഇറക്കിവെച്ച് വാദ്യഘോഷങ്ങളോടെയും സോപാന സംഗീതത്തോടെയും വിശേഷാൽ പൂജ നടത്തി. തുടർന്ന് ഉത്സവ സദ്യയുമുണ്ടായി. ചടങ്ങുകൾക്ക് വെള്ളൂർ വൈക്കത്ത് ഷാജി നീലകണ്ഠൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3:30 ശേഷം ക്ഷേത്രത്തിലേക്ക് തേവരുടെ തിരിച്ചെഴുന്നള്ളത്തും ഉണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതിയുടെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി അടക്കാപ്പറമ്പിൽ വിനയൻ, അന്തിക്കാട് സ്വദേശി കടവിൽ സൈജോ എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം വട്ടംകുളം സ്വദേശി വിഷ്ണു എന്നയാളെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രതികളെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഏകദേശം 2 ആഴ്ച മുമ്പ് വിഷ്ണുവും ഭാര്യയും പെരിങ്ങോട്ടുകര ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാത്രി 11:30 ക്ഷേത്രത്തിന് മുന്നിലെ റോഡരികിൽ ടാക്സി കാറിൽ ഇരിക്കുമ്പോൾ പ്രതികളായ വിനയനും സൈജോയും സ്ഥലത്തെത്തി വിഷ്ണുവുമായി തർക്കത്തിലേർപ്പെട്ടു. തർക്കം വിഷ്ണു മൊബൈലിൽ വീഡിയോയായി പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കാറിൽ വരികയായിരുന്ന വിഷ്ണുവിനെ മോട്ടോർ സൈക്കിളിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഓടിച്ചുപോയ വിഷ്ണുവിനെ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കുകയുമായിരുന്നു. കൊലപാതകമടക്കം 20 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വിനയൻ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേഴ്സൺ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃപ്രയാറിൽ കലാശക്കൊട്ടിനിടെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. 23 വയസ്സുള്ള വാടാനപ്പള്ളി വില്ലേജ് ചിലങ്ക ചിഞ്ചുവളവ് അറക്കിവീട്ടിൽ മുഹമ്മദ് ആമീൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന്റെ ഭാഗമായി തൃപ്രയാർ പോളി ജംഗ്ഷനിൽ വാഹനം നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് റോഡിൽ വെച്ചിരുന്ന ട്രാഫിക് സിഗ്നൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ചെയ്യാതിരുന്നതിലാണ്
ഇയാൾ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത്. മുഹമ്മദ് അമീൻ വാടാനപ്പള്ളി, അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI-മാരായ എബിൻ CN, അനിൽകുമാർ K, CPO ജസ്ലിൻ തോമസ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘത്തിലുള്ളത്. എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ സൈബർ സ്ക്വയർ ഡിജിറ്റൽ ഫസ്റ്റിന്റെ ഫസ്റ്റ് എഡിഷൻ സ്കൂളിൽ ആഘോഷിച്ചു. SNS സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. SNS സമാജം പ്രിൻസിപ്പാൾ PS പ്രസീത, SNS സമാജം സെക്രട്ടറി രാജേഷ് വേലേക്കാട്ട്, PTA പ്രസിഡന്റ് നിമ രതീഷ് എന്നിവർ സംസാരിച്ചു. മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. ബുധനാഴ്ച പുലർച്ചെ മതിലകം പഴയ മുംതാസ് തിയേറ്ററിന് സമീപത്താണ് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടത്. പരിക്ക് മൂലം ചലിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ചികിത്സ നൽകിയ ശേഷം ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് അൻസാരി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരുക്കങ്ങൾ പൂർത്തിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാഴാഴ്ച ജനം വിധിയെഴുതും. കാരമുക്കിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഫർണിച്ചറുകളും ഉപകരണങ്ങളും കത്തിനശിച്ചു. പെരിങ്ങോട്ടുകരയിൽ യുവാവിനു നേരെ ആക്രമണം നടത്തിയ കേസിലും തൃപ്രയാറിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലുമായി 3 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.